കില്ലാടികളെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, മറന്നിട്ടുണ്ടാവും എല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ന്യൂസ് വരുന്ന സമയത്ത് ഓരോ സംഭവങ്ങൾ ബാക്കിൽ വെക്കേണ്ടിയിരിക്കും. അപ്പം നമ്മൾ മറന്നിട്ടില്ല അല്ലേ. എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു സംഭവം ന്യൂസ് പറഞ്ഞാൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് പോലെയാണ് ഇപ്പോൾ സംഭവം നമ്മൾ നടന്നു. അതൊരു ഒരാഴ്ച ഉണ്ടാകുമോ, ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച ആകുമ്പോൾ വേറെ പ്രശ്നങ്ങൾ വന്നാലോ അതിന്റെ ബാക്കിൽ പോകും. നമ്മളും അങ്ങനെയാണെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആണ് ആൾക്കാർക്ക് വേണ്ടത്, കറന്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ ഞാൻ പറയാൻ വന്നത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞിന്റെ ആ ഒരു സംഭവം ലക്കി ഡ്രോ ലോട്ടറി, അത് നമ്മൾ ഏതോ ഒരു വഴിക്ക് പോയി. ഇപ്പൊ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറം CI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ. എന്ന് വെച്ചാൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല, നമ്മുടെ ആൾക്കാരെ വെറുതെ പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കില്ലാടികളെ നമ്മുടെ രേണു സുധി ഒരു വീഡിയോ ഇട്ടു. ഇപ്പൊ വീഡിയോ ഇല്ല കില്ലാടികളെ, വീഡിയോ ഡിലേറ്റ് ചെയ്തു അവര്. എന്താ വെച്ചാൽ 500 രൂപയ്ക്ക് വീട്, ഏകദേശം 50 ലക്ഷം വില മതിക്കുന്ന ഒരു വീട് പ്ലസ് സ്വിഫ്റ്റ് കാറ് ബൈക്ക് കാര്യങ്ങളൊക്കെ കൂടി അങ്ങനെ ഒരു 10-65 ലക്ഷം ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം അവർ വീഡിയോ ഇട്ടില്ല. സുധിയും പ്രദീപ് പറഞ്ഞ പുള്ളിക്കാരനില്ലേ, പ്രദീപാണ് തോന്നുന്നു ആൽബമൊക്കെ അഭിനയിക്കുന്നത് രേണു സുധിനൊപ്പം. അങ്ങനെ അപ്പൊ അവർ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ഇട്ടില്ല റീല്. നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത പോലെ, KL ബ്രോ ബിജു ചെയ്ത പോലെ മറ്റേ പരിപാടിന്റെ ഒരു സെയിം സാധനം ഇവർ ഇറക്കിയില്ല. അതെന്താണ്, അത് വീഡിയോ ഡിലേറ്റ് ചെയ്തു, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സർക്കാരിന്റെ ലോട്ടറി മാത്രമേ സുതാര്യമുള്ളൂ, ബാക്കി ഒരു സംഭവം സുതാര്യമല്ല. എന്ന് വെച്ചാൽ അതൊക്കെ ഇല്ലീഗലാണ് ഇല്ലടല്ലേ. അങ്ങനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ ജ്വല്ലറി അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് മാൾ അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂപ്പൺ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ GST കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളാണ്. ഇത് പറഞ്ഞാൽ ഇല്ലീഗലാണ്. ഒരു കൂപ്പൺ അടിക്കുന്നു, 500 രൂപയുടെ കൂപ്പൺ പറയുന്നു, സമ്മാനം വീടാണെന്ന് പറയുന്നു, അത് ഇല്ലീഗലാണ് ഇല്ലാതെ കേസ് വരും. അപ്പൊ ഞാൻ സായി കൃഷ്ണ നമ്മുടെ അണ്ണൻ വഴിയാണ് അറിഞ്ഞതില്ല ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടാൽ ഞാൻ ഈ സംഭവം മനസ്സിലായത്. അതിന് മുമ്പ് ഞാനായിട്ട് രേണുസൂദിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കി, അത് കിട്ടിയില്ല, ഇല്ലാതെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നവര്. അപ്പൊ നമ്മുടെ സായി കൃഷ്ണ ശ്രീകണ്ഠനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരെ കോൾ ചെയ്തു. ആ നമ്പറിൽ കോൾ ചെയ്ത് സംസാരിച്ച സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവർ ഡീലർമാരാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മെയിൻ ടെക്നിക്ക് ഇതാണ്. ഇപ്പൊ വീട് എന്തെങ്കിലും പഴയ സെയിൽ ചെയ്യാനോ ജപ്തി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുവഴി സെയിൽ ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ പൈസ കൂടുതലും കിട്ടും, എന്താ ഈ കുറച്ചൊരു ഫെയിമും ആവും, കുറച്ച് സംഭവങ്ങളും ആവും, ഇവർക്ക് കുറച്ച് കോൺടാക്റ്റും കിട്ടും. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഷ്കർ ടെക്കിയൊക്കെ പറഞ്ഞ പോലെ ഇത് വൻ രീതിയിൽ ബിസിനസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി പോകെ ആപ്പ് ത്രൂ ഇറങ്ങും ചിലപ്പോൾ, അങ്ങനെ കുറെ സംഭവങ്ങൾക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇതൊരു ബിസിനസ് ടെക്നിക്കാണ്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ബിസിനസ് ടെക്നിക്സ് ഒക്കെ നോക്കി മാർക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ. ഓരോരോ ആളുകൾ അങ്ങനെ ഉപയോഗിക്കേണ്ടിയില്ലാറില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇനി വീട് വിൽക്കാനും ഇങ്ങനെ ഒരു സംഭവം വരുമെങ്കിലല്ല ഈകാണ്ട് നോക്കിക്കോ, ഇങ്ങനെ കൂപ്പൺ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ സായി കൃഷ്ണാണ് അവരെ വിളിച്ചു വെച്ച് കുറച്ച് കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരുടെ വീട് തന്നെ ഞാൻ എടുത്തത്. അപ്പൊ അത് ഞാൻ ഇവിടെ വെക്കാറുള്ളത്, അത് കേട്ട് നോക്കുന്ന വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പൊ അത് കേട്ട് നോക്കട്ടാ. ഹലോ, ഞാനേ മലപ്പുറത്താണ് വിളിക്കുന്നത്. ലക്കി കൂപ്പന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇത് എവിടെയാ വീട്? ഇത് വണ്ടൂരാണ്, വണ്ടൂര് ഏരിയാട് അറിയാം. വണ്ടൂര് ഏരിയാട്. അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത്, അവിടെയാണ്. അല്ല, ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം? നമ്മള് ഇതിപ്പോ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട്. അപ്പൊ നമ്മളൊരു കസിന്റെ വീടാണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് ഓരോന്ന് സഹായിക്കുക നല്ല ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സാധനം ലീഗലാണോ കേരളത്തില്? ഇത് ലീഗലാണ്. ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് ഇല്ലീഗലാണ്. മലപ്പുറം SP നേതൃത്വത്തില് ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇല്ലീഗലും ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് ഇല്ലീഗലാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയില്. അപ്പൊ അതാണ് കില്ലാതെ കണ്ടില്ലേ എന്നാ സംഭവിച്ചു. ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവര് എന്തോ പറഞ്ഞു, അവരും വരെ കൂപ്പൺ ഇറക്കി. അപ്പൊ നമുക്ക് ഇറക്കാം, നമുക്കൊരു വീട് സെയിൽ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൂപ്പൺ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇല്ലാതെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുക. 500 രൂപയ്ക്ക് ഒരു 50 ലക്ഷത്തിന് വീടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോട്ടറി പോലെ തന്നെ ഇല്ലാതല്ലോ. ഇപ്പൊ ബമ്പറൊക്കെ എടുക്കില്ല നമ്മള്, 300 രൂപ 500 രൂപ വേണ്ട. പക്ഷെ അത് കോടിക്കണക്കിന് കിട്ടും. സർക്കാരിന്റെ ആണെങ്കിലും കിട്ടും, കൂടുതലും കിട്ടും. ഇല്ലെങ്കിൽ ആ പ്രൈസിലേക്ക് നമുക്ക് വേറെ പ്രൈസ് അടിക്കും. ഇതങ്ങനെയല്ലേ കേട്ടോ, ഒരു വീട്
ഭാഗ്യശാലിക്ക് ഒരു വീട്. ഞാനതിന് മുമ്പ് എന്തോ കണ്ടില്ല, വേറൊരു പുള്ളിക്കാൻ ഞാൻ വീട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തുമില്ല, അതിന്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ മറന്നു കേട്ടോ. ആ കൊടുത്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നറുക്കെടുത്തു, എന്നിട്ട് അത് കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി അവർ ചാനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറന്നു. കാരണം അത് ഇനി കിട്ടണം, ഞാൻ റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് സംഭവം. ഇതുപോലുള്ള കുറെ സംഭവങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ കൂപ്പൺ പറഞ്ഞ് ചാടിക്കയറി പോകരുത് ഇല്ലാടല്ലേ. ഇനി ഓണമൊക്കെ വരുന്നത്, ഓണത്തിന് കൂപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ചെറിയ ചെറിയ പ്രൈസാണ്. ഇപ്പൊ നമ്മുടെ ടിവിയോ അല്ലെങ്കിൽ സ്വർണ്ണ നാണയോ ബൈക്കൊക്കെ ആയിരിക്കും, അതൊന്നും കുഴപ്പമില്ല. ഇത് 50 ലക്ഷം 500 രൂപ കൊടുത്ത് 50 ലക്ഷം കിട്ടാൻ പറഞ്ഞാൽ ഇല്ലീഗലാണെങ്കിൽ ഇത് സത്യമായിട്ട് ഇതെന്ന് വെച്ച് നിർത്തിക്കും പോലീസുകാർ. ഇപ്പൊ നമ്മൾ തുടങ്ങിയാൽ കൂടി ഒരു 10-50 കൂപ്പൺ വിറ്റാൽ കൂടി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നഷ്ടമാവും. സീരിയസ് ആയിട്ട് ഞാൻ പറയണം. എന്ന് വെച്ചാൽ അത് ഇല്ലീഗലാണ്, ഇല്ലീഗൽ പരിപാടിയാണ്. അപ്പൊ സൂക്ഷിക്കാതിടണം, എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ അണ്ണൻ റിയാക്ട് ചെയ്ത് കുറച്ച് പേര് രക്ഷിച്ചു. റിയാക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേർക്കൊക്കെ ബോധവൽക്കരണം കിട്ടി. അങ്ങനെ അവരാരും ഇനി കൂപ്പൺ എടുക്കില്ല. അപ്പൊ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെ കൂപ്പൺ കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിക്കുക, നന്നായി അന്വേഷിക്കുകയില്ല. അത് ലീഗലായിട്ടാണോ നടക്കുന്നത് നന്നായി അന്വേഷിച്ചിട്ട് ചെയ്യുക. അത് ലീഗലായിട്ട് ഇങ്ങനെ വെക്കില്ല, ഒരിക്കലും പ്രോപ്പർട്ടി ഇങ്ങനെ വെക്കില്ല ലീഗലായിട്ട്. അതേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുക. പൈസ കൊടുത്തുള്ള പരിപാടിയില്ലേ, സൂക്ഷിക്കുക. അതേ പറയാനുള്ളൂ.